നിങ്ങളെന്നെ ക്ഷമിക്കണം. മഞ്ജുഷ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു. നമുക്കൊരിക്കലും ഈ നിങ്ങൾക്ക് നാണമുണ്ടോ? നാണം. എല്ലാവർക്കും നമസ്കാരം. ഓരോരോ കാര്യങ്ങളായി കള്ളങ്ങളായി പൊളിഞ്ഞടുക്കുകയാണ്. പൊളിഞ്ഞടുക്കുക പറഞ്ഞാൽ എത്രാമത്തെ രണ്ടാമത്തെ അതായത് ബാലചന്ദ്രകുമാർ ദിലീപിനെ പിന്നെ പൾസർ സുനിയും ദിലീപുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് അതും പൊളിഞ്ഞടുങ്ങി. കാരണം അത് സുഖമായിട്ട് തെളിയിക്കാൻ പറ്റുമായിരുന്നു പോലീസുകാർക്ക്. അതായത് ദിലീപിന്റെ ആ വീട്ടിന്റെ വഴിക്ക് പോയാലോ ആ സമയത്ത് പോയി കണ്ട് സംസാരിച്ചാലോ എങ്ങനെയായാലും ദിലീപിന്റെ വീട്ടിലെ എങ്ങനെയായാലും ചെയ്യാൻ പറ്റുമായിരുന്നു. കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ഇന്ന വ്യക്തിനെ ഇന്ന ഭാഗത്ത് കണ്ടിട്ടുണ്ടോന്ന് അങ്ങനെ എന്തെങ്കിലും അവര് പോയി അന്വേഷിച്ചിട്ടേ ഇല്ല. ഇപ്പോ നമ്മൾക്കൊരു ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾക്ക് ഇതിനെ കുറിച്ച് ബാക്കി സംസാരിക്കും. ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മുടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം എന്താ? 8-ാം പ്രതി ശിക്ഷിച്ചില്ല. 8-ാം പ്രതി എങ്ങനെ ശിക്ഷിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? ജഡ്ജിമെന്റ് വായിക്കുന്ന എന്റെ പൊന്ന് കേരള ജനത, ഞാൻ ഒരിക്കൽ കൂടെ കാലെ പിടിക്കുക. ഈ ചാനലുകാരൻ നിങ്ങളെ ജഡ്ജിമെന്റ് വായിച്ച് കേൾപ്പിക്കത്തില്ല. ഇവര് നിങ്ങളെല്ലാം പുകമറ നിർത്തിയിരിക്കുക. ഇവര് പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞടുക്കി. ഇവര് പറഞ്ഞത് മുഴുവൻ ആരോപണമാണ്. കോടതി പറഞ്ഞ കേട്ടായിരുന്നു വാജ്പേയി. ഈ ആരോപണങ്ങളെ തെളിയിക്കാൻ വെറും ആരോപണങ്ങൾ മാത്രമായി അവശേഷിച്ചു. കോടതി പറയാ നീതി നടക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീണാലും എന്നാണ് കൊട്ടേഷൻ. അത് 1 by 1 ആയി കോടതി പറഞ്ഞു. അത് വായിക്കാൻ മനസ്സില്ലാതെ നിങ്ങൾ മഴയത്ത് നിർത്തിയിരിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് നാണമില്ലെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോകും. ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിച്ചിട്ട് ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തരിച്ചിരിക്കുക. 8-ാം പ്രതിക്ക് മേൽ എന്തൊക്കെ ആരോപണം അവർ കൊടുത്തത്. ഈ ആരോപണം 1 by 1 ആയി ഞാൻ പറയട്ടെ. അപ്പൊ പറയാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞു പൾസത്തുനി ദിലീപിന്റെ വീട്ടിലിരിപ്പുണ്ടായിരുന്നത്. ആ ഡേറ്റിൽ പൾസത്തുനി എവിടെയായിരുന്നു? ആ ഒരാഴ്ച മുഴുവൻ ഗോവയിലായിരുന്നു. പൊളിഞ്ഞു പോയില്ലേ? അടുത്ത അതിജീവിത പറയുകയാണ്. ഇവര് കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയാണ് പല പ്രാവശ്യം പൾസത്തുനി ഗോവയിൽ വെച്ച് അതിജീവിതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിജീവിത കോടതിയിൽ പറയുകയാണ് അയ്യോ എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. ഇവര് എന്തുവായി പറയുന്നേ? ഇവര് ആരോടായി പറയുന്നേ? കേരളത്തിലെ ജനങ്ങളെല്ലാം ഇത് വായിക്കും കേട്ടോ. പല വിവരമുള്ളവർ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു തുടങ്ങി. ഞാൻ നാളെ മുതൽ ഇടുന്നുണ്ട്. സജിത് സ്പീക്കിനകത്ത് ജനം കാണട്ടെ പച്ച മലയാളത്തിൽ ഇതിനകത്തുള്ളത്. ഇവര് പറയുന്നത് തെളിവുകളില്ല. ഇനിയിപ്പോ ഇതെല്ലാം ദിലീപ് പിന്നെ പൈസ ഇറക്കിയിട്ട് ആളുകളിനെ പൈസ കൊടുത്തിട്ട് പിന്തിരിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ആളോട് പറയാതിരിക്കാൻ നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇത്രയും പേരിന്റെ അടുത്ത് പോയിട്ട് ദിലീപ് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് എപ്പോ ലോക്കായി എന്ന് ചോദിച്ചപ്പോഴേ നാദിർഷയുടെ പേര് വരെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. നാദിർഷ 30,000 രൂപ കൊടുത്തിട്ട് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ പറഞ്ഞ സിനിമയിൽ 30,000 രൂപ കൊടുത്തു. 6 പ്രാവശ്യം ദിലീപ് പൾസർ സുനിയെ കണ്ടു എന്നും 1 പ്രാവശ്യം നാദിർഷ കണ്ടു എന്നുമാണ് ഇതിലുള്ളത്. ഇതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 തെളിവുണ്ട്, 1-2 തെളിവുണ്ടെങ്കിൽ ലോക്കായിട്ടുണ്ടായില്ലേ ദിലീപ്? അതിനുള്ള തെളിവുകൾ കാണണ്ടേ? പൾസർ സുനിയും ദിലീപും കണ്ടു എന്ന് പറഞ്ഞ സമയത്ത് പൾസർ സുനി ഗോവയിൽ അതിജീവിതയുടെ കൂടെ നടിയെ ആക്രമിച്ച ആ സമയത്ത് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ടെന്ന് ഈ അതിജീവിത ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെയാണ് പരിചയം എന്ന് പറഞ്ഞത് ഗോവയിൽ വെച്ചിട്ട്. കാരണം ഈ പൾസർ സുനി സകല സെറ്റുകളിലും ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മേനകയെ പോലും തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയിട്ട് ആ സമയത്ത് മേനക സുരേഷ് കുമാറിനെ വിളിച്ചത് കൊണ്ട് സുരേഷ് കുമാർ അത് കേസായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് ആര് കൊട്ടേഷൻ കൊടുത്തതാ? അതാരെ ഗൂഢാലോചന ചെയ്തിട്ട് കൊട്ടേഷൻ കൊടുത്തതാ? ഇത് ഇവൻ ഗൂഢാലോചന നടത്തി, ഇവൻ കൊട്ടേഷൻ എടുത്ത്, ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിക്ക് ആ പരിപാടിനെ എങ്ങനെയോ മഞ്ജു വാര്യർ അവിടെ വെച്ച് ദിലീപിന് ഈ നടിയോട് വൈരാഗ്യമുള്ള കാര്യം മഞ്ജു വാര്യർക്ക് അറിയാം. അപ്പൊ മഞ്ജു വാര്യർ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ദിലീപ് ചെയ്തതാണോ എന്ന് തോന്നിയിട്ട് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ വെച്ച് കയറി 3 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ദിലീപിനെ പൂട്ടണമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പൾസർ സുനി രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പൊ ഇവര് തമ്മിൽ ഇഷ്യൂ ഉണ്ട്, ഇങ്ങനെ ഇവര് സംസാരം പുറത്തുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആള് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനൊക്കെ ദിലീപിന്റെ പേർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയുമല്ലോ. അപ്പോൾ എങ്ങനെയും ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ പൾസർ സുനിക്ക് അറിയാതിരിക്കുകയാണോ? ജയിലിൽ നിന്ന് ഒരു കത്ത് എഴുതിയാൽ ജയിൽ അധികൃതർ പൊട്ടിക്കാതെ അത് പുറത്തു പോകുന്നു. പൾസർ സുനിക്ക് ക്രിമിനൽ അല്ലേ, അറിയാലോ.
അതിനകത്തുനിന്ന് എന്ത് എഴുതിയാലും അത് വായിക്കുന്ന. അപ്പോൾ അതിൽ എന്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല, എനിക്ക് എൻ്റെ പൈസ വേണം, പൈസ തരില്ല, എന്നെ രക്ഷിക്കില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെയും ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ എഴുതുമ്പോൾ തന്നെ അത് ജയിലധികൃതർ എടുത്ത് വായിക്കും എന്ന് പൾസർ സുനിക്ക് ബോധ്യമുണ്ടല്ലോ. പൾസർ സുനി അങ്ങനെ എന്തിനാ എഴുതിയത്? അത് കൊടുക്കാൻ തന്നെയാണ്. അതായത് അത് വ്യക്തമായി മനസ്സിലാക്കി മതി. അല്ലാതെ ദിലീപ് അനുകൂലിക്കുകയാണെന്നല്ല. ഇതിപ്പോ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അവനെതിരെ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം എന്താണെന്ന് ഇപ്പോഴും ദിലീപിനെ എതിർക്കുന്നവർക്ക് ഇപ്പോഴും സത്യം എന്താണെന്ന് അറിയേണ്ട ആവശ്യമേ ഇല്ല. ദിലീപിനെ കുറ്റപ്പെടുത്തണം, ദിലീപ് തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് ദിലീപിനെ എങ്ങനെയെങ്കിലും ദിലീപിന് ഫാൻസുകാരനോടും ദിലീപിനെ കേരളത്തിൽ ഒരു വിലയും ഇല്ലാതാക്കണം എന്ന് ഉള്ള ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് ഈ ഒരുപാട് പേര്. അതായത് ഇതിപ്പോ നമ്മൾക്ക് സിനിമാ ഫീൽഡിനകത്തുള്ളവരെന്നല്ല, പുറത്തിരിക്കുന്നവരും 2 ദിവസം മുമ്പ് ഒരു KSRTC ബസ്സിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ആ കാര്യം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. തലയും പാലും ഇല്ലാത്ത വിധിപ്പകർപ്പ് കണ്ടിട്ട് പോലും അത് മനസ്സിലാക്കണം, അത് നോക്കണം, ആ വിധിപ്പകർപ്പ് വായിക്കണം, ഞങ്ങളിനെ ഇത്രയും കാലം മീഡിയക്കാർ പറ്റിക്കുകയായിരുന്നു എന്ന് പോലും ചിന്തിക്കാനുള്ള കഴിവില്ലാതെ അവർ ആ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് സത്യം? ഇത് ദിലീപിനെ ലോക്കാക്കിയതാണോ, അതോ വേറെ വല്ല ഗൂഢാലോചനയുണ്ടോ, അതോ ഈ ദിലീപ് തന്നെ ഗൂഢാലോചന കൊടുത്തത് ഇതിനല്ലാതെ? എനിക്ക് വേറൊരു ഡൗട്ടും കൂടി ഉണ്ട്. കാരണം ഇവർക്കൊക്കെ ഒരുപാട് ബിനാമി ഇടപാടുകളുണ്ട്, ബിനാമി. അപ്പോൾ ചിലപ്പോൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഈ കേസിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? പഴയ ന്യൂസിൽ വെച്ചാൽ ഓർമ്മ വരും, ഒരു സ്റ്റാമ്പ് പേപ്പറും കൂടി ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി അതിനു വേണ്ടി ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോന്നും നമുക്കറിയില്ല. അപ്പൊ ആ കാര്യങ്ങൾ എവിടെ പോയി? അതെന്താ പുറത്തു വരാത്ത? കാരണം ഇവർക്കൊക്കെ ബിനാമി ഇവര് 6, 7, 8 സിനിമ ഒരുമിച്ച് ചെയ്ത ആളുകളാണ് ഈ നടിയും ദിലീപും തമ്മിൽ. ദിലീപിൻ്റെതാണെങ്കിൽ ഈ സിനിമ ഫീൽഡിലുള്ള ഇതൊക്കെ കള്ളപ്പണം ഇഷ്ടം പോലെ ഉണ്ടാവും, ആർക്കും അറിയാത്ത സ്വത്തുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിന് മഞ്ജു വാര്യർ 1 രൂപ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോ ഈ നടിയുടെ കയ്യിൽ ദിലീപിന്റെ സ്വത്തും ബിനാമിയായിട്ടില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ അത് എഴുതി മേടിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ? നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെയും ചിന്തിക്കാം. ഞാൻ ഇങ്ങനെയും ചിന്തിച്ചിട്ടുണ്ട്. ഈ കേസ് ഫസ്റ്റ് വന്നപ്പോൾ, ദിലീപിന്റെ പേര് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഫസ്റ്റത്തെ കാര്യമാണ്, ഇത് ബിനാമി ഇടപാടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും സ്വത്തുക്കൾ ഇവരുടെ കയ്യിൽ ഉണ്ടാവും. ഒരു ചെറിയൊരു കാര്യം എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾ അത് പൂഴ്ത്തി വെക്കാൻ നോക്കുന്നവരെ ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ആർക്കും അറിയാതെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല, ആരാണ് ഇവരാണെന്നല്ല കണ്ടിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഇത്രയും കോടിക്കണക്കിന് സ്വത്തുകളും ഇങ്ങനെയുള്ള കോടിക്കണക്കിന് പണം ഇടപാടുകൾ നടത്തുമ്പോൾ ഇവർക്ക് ബിനാമി സ്വത്തില്ല, അല്ലെങ്കിൽ ഇവർക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ആ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പോ ഈ നടിയുടെ പേരിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നടിയുടെ പേരിലാവുമ്പോൾ നടി കൊടുത്തിട്ടുണ്ടാവും, എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നടി എഴുതി കൊടുക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ ദിലീപ് എന്ന വ്യക്തി ഭയങ്കരമായിട്ട് വൈരാഗ്യം മനസ്സിൽ വെക്കുന്നതാണ്. നമ്മളൊന്ന് വിനയം പറഞ്ഞത് നമുക്ക് ഇപ്പോഴും നമുക്ക് മുകളിലേക്ക് എടുക്കാം. വിനയം പറയേണ്ട ആനപ്പക വെച്ച് നടക്കുന്ന ആളാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം ബിഗ് സീറോയിൽ നിന്ന് കയറി വന്ന ആളാണ് ദിലീപ്. അപ്പൊ ഒരുപാട് പേര് ചവിട്ടി മെതിച്ച് കരിമ്പിൻകാട്ടിൽ തോട്ടത്തിൽ കയറി ഇതുവരെ ചവിട്ടി മെതിച്ചിട്ടാണ് ദിലീപ് മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ലാലേട്ടനെയും മമ്മൂക്കയെ വരെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ കേസ്, ഈ നടിയെ ആക്രമിച്ച ആ സംഭവം നടക്കുന്ന സമയത്ത് ദിലീപിന്റെ കയ്യിലായിരുന്നു. കാരണം ഫുൾ കൺട്രോൾ. 2020 പറഞ്ഞ സിനിമ എടുത്തിട്ട് അമ്മ പറഞ്ഞ സംഘടനയ്ക്ക് പൈസ കൊടുത്തത് ദിലീപാണ്. 2020 എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചത്, ആ സിനിമ ഫ്ലോപ്പ് ആയതാണെങ്കിൽ ഒരു പൈസ മൊത്തം നഷ്ടമെന്ന് ആരും കൊടുക്കില്ലായിരുന്നു. പക്ഷെ അത് എടുക്കാൻ ധൈര്യം കാണിച്ചാൽ അതിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ദിലീപ് ചെയ്തിട്ടോ. കാരണം ആ പാവപ്പെട്ട സിനിമ ഫീൽഡിൽ നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ട് പിന്നെ ബാക്കിലോട്ട് പോയി ഒരു വഴിയും പരഗതിയില്ലാത്ത ആ സംഘടനയിൽപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തതാണ് ദിലീപ്. ഈ 2020 പറഞ്ഞ സിനിമ എടുത്ത് അതിൽ കിട്ടുന്ന ലാഭം തരാമെന്ന്, ഇത്ര % തരാമെന്ന് പറഞ്ഞിട്ട്, അതുകൂടാതെ വീണ്ടും ലാഭം കൂടുതൽ കിട്ടിയപ്പോൾ വീണ്ടും 25 ലക്ഷം രൂപയും കൂടി ആ സമയത്ത് 2020 എടുക്കുന്ന സമയത്ത് 25 ലക്ഷം രൂപ അഡീഷണൽ വീണ്ടും സംഘടനയ്ക്ക് കൊടുത്തു എന്ന് ദേവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്ത ആളാണ്. അങ്ങനെ കത്തി കയറി
ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സംഘടനയും ആ മലയാള സിനിമയും ആ കയ്യിൽ ഭദ്രമായിരുന്നു. ആ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ദേഷ്യം ഉണ്ടാവും. വരുന്നവരെയൊക്കെ വെട്ടാൻ നോക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, വെട്ടാൻ നോക്കിയിട്ടുണ്ട്. കാരണം ബിഗ് സൂര്യയിൽ നിന്ന് കയറി വരുമ്പോൾ ഒരുപാട് പേരെ ചവിട്ടി മെതിക്കും. അതങ്ങനെയാണ്, ഈ ഫീൽഡ് മെയിനായിട്ട് അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ആളായതുകൊണ്ട് ആ വൈരാഗ്യം ഒരുപാട് പേർക്ക് മനസ്സിലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ലോക്കാക്കിയതാണ്. അപ്പം അങ്ങനെ ഉള്ള ആളുടെ ഒരു സ്വത്തുക്കളും പൈസകളും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരു ബിനാമി ഇടപാട് ഇവർക്കിടയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉണ്ടാവും. ബിനാമി ഇവർ അത്രയും ഫ്രണ്ട്സായ ഇവിടെ 6-7 സിനിമ ഒരുമിച്ച് ചെയ്തേ. ഈ കാവ്യമാധവൻ, മഞ്ജു വാര്യർ, ദിലീപ് ഈ ഇഷ്യൂ വന്നപ്പോഴല്ലേ ഇവർ പിരിഞ്ഞേ. അപ്പൊ അതുവരെ ഒരുമിച്ച് നടന്ന ആളുകളല്ലേ. അപ്പോൾ ആ ഒരു അല്ലാതെ ഇവര് ഇങ്ങനെ ഇവർക്ക് കാവ്യമാധവന്റെയും ദിലീപിന്റെയും ഇഷ്യൂ മഞ്ജു വാര്യറിനോട് പറഞ്ഞു കൊടുത്ത ഈ നടിയാണ് എന്ന് പറഞ്ഞിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ഇത് എവിടെ എത്തില്ല. ഒന്നില്ലെങ്കിൽ ബിനാമി ഇടപാടിലാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്കാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ദിലീപിന് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. കാരണം മഞ്ജു വാര്യറിന്റെയും ദിലീപും വേർപെട്ടാലും കാവ്യമാധവനെ കല്യാണം കഴിച്ചു. അങ്ങനെ അവിഹിതം ഉണ്ടെങ്കിൽ അത് മഞ്ജു വാര്യർ അറിഞ്ഞെങ്കിൽ അത് പിന്നീട് ദിലീപിന് നല്ലതല്ലേ വന്നിട്ടുള്ളൂ. അവർ തമ്മിൽ കല്യാണം കഴിച്ചില്ലേ, മഞ്ജു ഒഴിഞ്ഞു പോയില്ലേ, 1 രൂപ കൊടുക്കാതെ ഒഴിഞ്ഞു പോയില്ലേ. ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഉറപ്പാണ് ഇവർ തമ്മിലൊരു ഇടപാട് നടന്നിട്ടുണ്ടാവും മുൻപ്. അപ്പൊ അതിന്റെ പേരിൽ ഇനി കൊട്ടേഷൻ കൊടുത്തോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സുനി എന്ന ക്രിമിനല് ഈ പരിപാടി ചെയ്തോ എന്നും പറയാൻ പറ്റില്ല. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ തെളിവുകളുടെ അഭാവത്തിൽ തെളിവുകൾ എന്താണോ ആ രീതിക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിക്ക് സംസാരിക്കുന്ന സമയത്ത് ഒരു തെളിവും ഇല്ല, എല്ലാം ഫാബ്രിക്കേറ്റഡ്. ഒരു സാധനം ഇവർക്ക് ദിലീപിന്റെ അടുത്തേക്ക് എത്തണ്ടേ ഒരു തെളിവ്? എന്തെങ്കിലും ദിലീപിന്റെ അടുത്തേക്ക് എത്തിയാലല്ലേ ഈ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു സംഭവത്തിൽ എത്തുന്നില്ല. പൾസർ സുനിയെ കണ്ടു എന്ന് പറയുന്നു. ആ സമയത്ത് ഇരിക്കുന്നു പൾസർ സുനി ഗോവയില്. പൾസർ സുനിയെ ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരു റെസിഡൻസിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. മതിൽ ചാടി പോകുന്നുണ്ട്. മതിൽ ചാടിയതിന്റെ വീഡിയോസ് വരുന്നുണ്ട്. ആ വീഡിയോസിലും ഇല്ല. അത് എവിടെ പോയി, പിന്നെ പൾസർ സുനി ഏത് വീട്ടിലേക്ക് പോയി, ആരുടെ വീടാണ്, എന്താണ്, അതിനകത്ത് എന്തായിരുന്നു, അതിനകത്ത് പോയി 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ വരുന്നത് CCTVയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചോ ഒന്നുമില്ല. പിന്നെ പൾസർ സുനി ഫോൺ ചെയ്ത കാര്യം പറയുന്നുണ്ട്. അതൊരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പേര് പറയുന്നുണ്ട്. അതിപ്പോ തെളിഞ്ഞോ അതേ ഒരു കാമുകയാണെന്ന് പറഞ്ഞു. അവരെ സാക്ഷിയാക്കിയിട്ടില്ല, അവരെ പിന്നെ ഒന്നും ആക്കിയിട്ടില്ല, പ്രതിയോ ആക്കിയിട്ടില്ല, സാക്ഷിയാക്കിയിട്ടില്ല. അവരിന് അതിൽ ഇത് കൊടുത്തിട്ടില്ല. അവരുടെ ഫോൺ അടക്കം പിടിച്ചു വെച്ചു എന്ന് ആ പെൺകുട്ടിയുടെ പിന്നെ ഭർത്താവ് ഇപ്പൊ പറയുന്നുണ്ട്. 8 വർഷം മുമ്പ് നടന്ന സമയമാണ്. അപ്പൊ കാമുകൻ ആരോ ആണ്, ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ബസ് ഡ്രൈവർ ആയ സമയത്ത്. അപ്പോ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾക്കാണ് ദിലീപിനെ കൊടുക്കണം എന്നുള്ളത്. അതിലൊരു തെളിവുണ്ടെങ്കിലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് ബാലചന്ദ്രകുമാർ വന്ന് പറഞ്ഞതിലും ഇപ്പൊ പറഞ്ഞതിലും ഒന്നുമില്ലെന്നാണ് പറയുന്നത്. കോടതി വെറുതെ വാക്കാനെ പറയുന്നില്ല. അത് വിധി പകർപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്നുള്ളൂ. അത് വായിച്ചാൽ മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടാണ് മീഡിയക്കാര് അതിന്റെ പേരിൽ ഇപ്പൊ ചർച്ചകളേ ഇല്ലാത്തത്. സജി നന്ദിയായിട്ട് പറയുമ്പോൾ വായിൽ പഴം തുരുക്കി ഇരിക്കുന്ന പോലെ ഹാഷ്മി ഇരിക്കുന്ന കണ്ടില്ലേ? അതിനുശേഷം എന്താ പറഞ്ഞത്? ഇത് ചർച്ചയല്ല, ഈ ചർച്ച എന്നിട്ട് വേറെ ചർച്ച ചെയ്തു. ആ വിധി പകർപ്പിന്റെ കാര്യമല്ല ഇപ്പൊ പറയണത്. മഞ്ജു വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ കുറിച്ചാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ ചർച്ച അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയി. സജി നന്ദിയായിട്ട് നിങ്ങൾ ഇത് ചർച്ച ചെയ്യുമോ പറയുമ്പോൾ അവർക്ക് താല്പര്യമില്ല. കാരണം ജനങ്ങളുടെ മുന്നിൽ മനസ്സിലാവും ഇത് എങ്ങനെയാണ്, ദിലീപ് നിരപരാധിയാണെന്ന് അറിയും, മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പിങ്. ഇതാണ് അവസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാർക്കും മനസ്സിലാവുന്നില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.